അപ്പൊ കുട്ടികളെ, നമ്മള് എന്തിനു പോയാണ്? സൗദി അറേബ്യയിലെ ഡെസേർട്ട് ക്യാമ്പിങ്ങിന് പോവാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഡെസേർട്ട് ക്യാമ്പ് അടിച്ചു പൊളിക്കണ്ടേ? സിദ്ധു, സാദിൻ, ഐഫ പറയൂ, അടിച്ചു പൊളിക്കണോ ഡെസേർട്ട് ക്യാമ്പ്? എക്സൈറ്റഡ് ആണോ? ആർ യു ഇൻട്രസ്റ്റഡ്? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് ഡെസേർട്ട് ക്യാമ്പിന് പോവാണ്. നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആരാണ്? പറ. ചാച്ച. ഏത് ചാച്ച? ആ, മഞ്ജു ചാച്ച. മനാഫ് വണ്ടി ഓടിക്കുകയാണ്. നമ്മൾ ഏതായാലും ഡെസേർട്ട് ഏരിയയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പണ്ടാരെ പറഞ്ഞ പോലെ ഈ ഡെസേർട്ട് മൊത്തം മരുഭൂമിയാണ് കേട്ടാ. ഓക്കെ. അപ്പൊ നമ്മുടെ കൂടെ നെച്ചായും ഫാമിലിയും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഡിൽ തന്നെ നമ്മുടെ അടുത്ത ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. സച്ചിൻ നവാസും ഫാമിലിയും ഇവിടെ എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഫാമിലിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അറബികൾ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവർ അറബി ഇരിപ്പുണ്ട്, അറബിച്ചിയും ഉണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റാണ് ഇവര്. ഇനി വേറൊരാളും കൂടെ ഉണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അയാളെ കൂടെ കാണിച്ചു തരാം. ഏതായാലും നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ മനാഫ് ആസിഫ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആസിഫും കൂടെ നമ്മുടെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോ ക്യാമ്പിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. പറയാം ഹബീബി ബാഹറ ഹബീബി ഹബീബിച്ചി ഹബീബിച്ചി. ഇതാണ് നമ്മുടെ ഇവിടെ വന്ന ഒരു സൗദി പെണ്ണുമായിട്ട് കമ്പനി ആയിട്ടുണ്ട്. ഇതാണ് ആ സൗദി പെണ്ണ്. എന്നെ വിടുന്നില്ല, ഇവിടെ നിന്നോളാനാ പറയുന്നത്. പിന്നെ ഒരു സൗദി, ഒരു അറബിയായിട്ട് കമ്പനി ആയിട്ടുണ്ട്. ഇതാണ് അറബി, എന്റെ ഫ്രണ്ടാണ്. ഇവിടെ വന്ന് കമ്പനി ആയതാണ്. എന്താ പക്ഷെ അറബിക്ക് ഇച്ചിരി നാണമാണ് കേട്ടോ. നമ്മുടെ ലൊക്കേഷനിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അറബി ഫ്രണ്ടിനെയൊക്കെ കാണിച്ചു. ഇനി ഒരു സുഡാനി ഫ്രം നൈജീരിയ, അത് അടുത്ത ഫ്രണ്ടാണ്. ഇതാണ് യൂന സുഡാനി. എല്ലാവരും പരിചയപ്പെടുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ക്യാമ്പിനകത്തോട്ട് പ്രവേശിക്കുകയാണ്. നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് സെറ്റപ്പ് എന്താണെന്ന്. ഇവിടെ ഉള്ളവരൊക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത്. എന്നാലും ഇത് കൊള്ളാലോ. നൈറ്റൊക്കെ ഭയങ്കര വൈബായിരിക്കും. ഒരു ഏരിയ മറച്ചെടുത്ത് ഭയങ്കര പ്രൈവസിയൊക്കെ ആക്കിയിട്ടുണ്ട്. മരുഭൂമിയുടെ നടുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂഡിലുള്ള സകല സംഗതിയും ചെയ്തു വെച്ചിട്ടുണ്ട്. ടെൻറ്റുണ്ട്. കണ്ട ടെൻറ്റ് എത്ര എണ്ണം ഉള്ളതെന്ന് നോക്കി. അവിടെ ഒരു ടെൻറ്റുണ്ട്, ഇവിടെ ഒരു ടെൻറ്റുണ്ട്. ഇവിടെ ഒരു അക്കോമഡേഷൻ ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് അകത്ത് കയറി നോക്കാം നമുക്ക്. വാവ്, ഒന്നും പറയാനില്ല, ഭയങ്കര സംഭവമാണ്. വന്ന പാടെ ഇവിടെ വീഡിയോയും ഫോട്ടോ സെഷനൊക്കെ ആയിട്ടുണ്ട്. ഈ ടെൻറ്റിനാവും കൂടെ നമുക്കൊന്ന് നോക്കാം. വൈബ് വാവ്, ഇതും സൂപ്പറാണ്. ഒന്നും പറയാനില്ല. നെക്സ്റ്റ് എന്താ സംഭവം? ഡൈനിങ് ഏരിയ ആണോ അതോ ഇതും ഒരു ഗ്യാതറിങ് ഏരിയ തന്നെയാണ്. ഇതും അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. ഒന്നും പറയാനില്ല. ടോയ്ലറ്റുകളൊക്കെ അവിടെ ഉണ്ട്. മരുഭൂമി, ഒരു സൈഡ് മരുഭൂമി. ഓക്കെ, ആസിഫ് ഹൈക്ക് ചെയ്യാന്നാണ് പറയുന്നത്. എന്തായാലും ഒന്ന് കയറി നോക്കാം നമുക്ക്. ഇതിനിടയിൽ പാമ്പൊക്കെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. എന്നാലും പാമ്പൊന്നും നമുക്ക് വിഷയമില്ല, നമുക്ക് കയറി നോക്കാം. കയറാൻ ഇച്ചിരി പാടാണല്ലേ, കയറിയിട്ട് ഇറങ്ങി പോവാണ്. ഇത് ഒരു രക്ഷയില്ലാത്ത വൈബ്. കയറാൻ പറ്റുന്നില്ല, ഭയങ്കര പാട്. ഷൂ ഒക്കെ ഊരിട്ട് കയറേണ്ടി വരും. പിന്നെ പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഇവിടെ ഐന സഹറ, നമ്മുടെ തത്തു വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്.
എന്ത് തോന്നി ഇത് കണ്ടിട്ട്? കൊള്ളാം. ഇങ്ങനെയൊക്കെയാണോ പ്രതീക്ഷിച്ചത്? ഇങ്ങനെയൊക്കെ തന്നെയാണോ പ്രതീക്ഷിച്ചത്? ഓൾമോസ്റ്റ് ഇങ്ങനെയാ പ്രതീക്ഷിച്ചെന്ന് പറയും. പക്ഷെ ഞാനിങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഒരുപാട് തുറന്ന സ്ഥലവും ഒക്കെയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇച്ചിരി പ്രൈവസി ഉണ്ട് ഇവിടെ. ഹൈഫാ സാറ, ഹൈഫു, എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഇതായിരുന്നു എക്സ്പെക്ടേഷനൊക്കെ? ഇതായിരുന്നു ഇങ്ങനെയൊക്കെയാണോ വിചാരിച്ചത്? വലുതാണ്. കൊള്ളാം. സ്ഥലം ഇഷ്ടപ്പെട്ടു. നല്ല വൈബാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ പ്രൈവറ്റ് പ്ലേസ് ആയിട്ടല്ലേ, നമുക്ക് ഇതിൻ്റെ പുറത്തേക്കൊക്കെ പോയി അവിടെ കുട്ടികളൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട്, അതുപോലെയൊക്കെ പോകണ്ടേ നമുക്ക്? ഓക്കെ. ഓ ഗൈസ്, അതിസാഹസികമായി വലിഞ്ഞു കയറി. നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ സിമ്പിളായിട്ട് കയറാമെന്ന് വിചാരിക്കും. പക്ഷെ കാല് വെള്ളത്തിൽ കുഴിഞ്ഞു പോകുന്ന കണക്കാണ് കുഴിഞ്ഞു പോകുന്നത്. ഇവിടെ കാണാം കേട്ടാ, വീഡിയോ എടുക്കാം. അപ്പോൾ മരുഭൂമിയിൽ കുറച്ചും കൂടെ മുകളിലേക്ക് കയറാറുണ്ട്. ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഐഫോ മുകളിൽ കയറി. ഞാൻ ആസിയായും അഫോ മുകളിൽ കയറി. ഞാൻ എന്തായാലും കുറച്ചും കൂടെ കയറട്ടെ. ഓക്കെ. കണ്ടോ, ഞങ്ങൾ കയറിയപ്പോൾ എല്ലാവരും കൂടെ കയറാണ്. തത്തു, ഐഫു, സിധു, സാദിൻ എല്ലാവരും കയറാൻ നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ്. നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. സംഭവം ഭയങ്കരം. അപ്പോൾ എഴഞ്ഞഴിഞ്ഞ് വരികയാണ്. ഹെവി ടാസ്ക് ആണല്ലേ? മിക്കവാറും ഐഫ ജയിക്കുന്നതായിരിക്കും. അല്ല, സിധു ജയിക്കും. സിധു ആണ് ജയിച്ചിരിക്കുന്നത്. Sadin, you can do it. You can do it, Sadin. You can do it. No, you can do it. Come on. അതാണ് നമ്മുടെ ക്യാമ്പിംഗ് പ്ലേസ്. ശരിക്കും ഇതിന്റെ അടുത്തേക്കും അത്രയും പ്രൈവറ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം തുറന്നു കിടക്കുകയാണ്. അഫഹാം, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറയൂ. വാക്കുകളില്ല. ആസിയ, എങ്ങനെയുണ്ട്? തണുപ്പ്. ഓക്കെ, കമോൺ ആസിയ, പറയൂ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? എത്ര വർഷമായി സൗദി വന്നിട്ട്? 13 years ഉണ്ടായത്. എന്നിട്ട് ഇതുപോലെ എക്സ്പീരിയൻസ് ആദ്യമായിട്ട്? അപ്പൊ ഞാൻ വരേണ്ടി വന്നു ഇവിടെ അല്ലേ? ഓക്കെ, ഞാൻ വന്നോണ്ട് ഇവർക്ക് ഇതൊക്കെ സാധിച്ചു. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് മുകളിലോട്ട് കയറിയുള്ളൂ. ഒരു 100 meter പോലും ഇല്ല. അപ്പോൾ ഇത്രയും കയറിയപ്പോൾ തന്നെ പലരും ദാഹിക്കുന്നതുണ്ടോ ഉണ്ടെന്ന് പറയാം. നമുക്ക് ആസിയ അടുത്തും അഫാമിൻ്റെ അടുത്ത് വെക്കാം. എങ്ങനെയുണ്ട് ഇവിടെ വരെ കയറിയപ്പോൾ? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തണുത്തിട്ട് നാക്ക് പോലും അപ്പോൾ ദാഹിക്കുന്നുണ്ടോ? ഇത്രയും സ്വല്പം നടന്നപ്പോൾ തന്നെ ദാഹിക്കുന്നു. അങ്ങനെയാണ് ഈ ആടി ജീവിതത്തിലൊക്കെ നജീമൊക്കെ എന്ത് കഷ്ടപ്പെട്ട് കാണും അല്ലേ? അപ്പൊ ഇനി വെള്ളം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടുന്ന് 1 kilometer നടക്കാൻ നിങ്ങൾ തയ്യാറാണോ? 1 kilometer. വെള്ളം ഇല്ലാതെ 1 kilometer അങ്ങോട്ട് പോയിട്ട് വരാൻ പറ്റില്ല. ഓക്കെ, തത്തു എങ്ങനെയുണ്ട് നടന്നിട്ട്? ശ്വാസമില്ല. ഐഫ എങ്ങനെയുണ്ട്? സൂപ്പർ. 10 പറ, എങ്ങനെയുണ്ട്? അഡ്വഞ്ചറസ് ആയിരുന്നു അല്ലേ? ഓക്കെ. നെവർ ബിഫോർ? ആദ്യമായിട്ടാണ് എല്ലാവരും ആദ്യമായിട്ടാണ് പറയുന്നത്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ജനിച്ചപ്പോൾ മുതൽ സൗദി ഉണ്ടായിരുന്നു. പക്ഷേ ഈ യുനൈഫ് അങ്കിൾ വരേണ്ടി വന്ന് ഇതുപോലത്തെ അഡ്വഞ്ചർസ് ഒക്കെ കാണാനും ആസ്വദിക്കാനും അല്ലേ? അപ്പോൾ താങ്ക്സ് ടു യുനൈഫ് അങ്കിൾ എന്ന് പറഞ്ഞു. ഡെസേർട്ടിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും തളർന്ന് വീടുകയാണ്, നടക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഇനി കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആകാം. ഓക്കെ, അപ്പോൾ ഗൈസ് തിരിച്ച് ക്യാമ്പിൻ്റെ പുറത്ത് ജസ്റ്റ് വണ്ടിയുടെ അവിടെ വന്നു. നമുക്കിനി ഗ്രില്ല് ചെയ്യാനും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുക്കണം. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. വെള്ളം,
യൂട്ടിൽസ്, അങ്ങനെ ചാർക്കോള്, കുറേ ടിഷ്യൂസ്, പഴം, കുബൂസ്, ഗ്ലാസ്, ഡിസ്പോസിബിൾ പ്ലേറ്റ്, പിന്നെ ചിക്കനൊക്കെ മസാല ഒക്കെ ചെയ്ത് നമ്മൾ കരുതിയിട്ടുണ്ട്. പിന്നെ എയർ ഫ്രയർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കരുതിയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം എടുത്തകത്തോണ്ട് പോകണം. ഓക്കെ, നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള മജ്‌ലിസ് പ്ലേസാണ്. ഇതിനകത്ത് തണുപ്പില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രത്യേകമുണ്ട്. ഇതിനകത്ത് നല്ല ഹോട്ടായിട്ടിരിക്കാൻ അത്യാവശ്യം നല്ല ടെമ്പറേച്ചറാണ് ഇതിനകത്തുള്ള ഒരു ഐഡിയൽ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇത് ഹാൻസമാണ്. ഹെയർ കട്ടൊക്കെ ചെയ്ത് സുന്ദരനായിട്ട് വരികയാണ്. ഇവിടെ നമുക്ക് ഉള്ള ഫുഡൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നെച്ചാക്ക് എന്തൊക്കെ അറബിയിൽ പറയേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. സിഗ്മ ബോയ്സ്. ഇവിടെ ചെറിയൊരു കിച്ചൺ ഏരിയ ഉണ്ട്, നമുക്ക് ചായയൊക്കെ ഇടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. നമ്മൾ ഓപ്പൺ ഗ്രില്ലിംഗ് ആണ് ചെയ്യുന്നത്. അതുകൂടാതെ ചായ ഇടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു കിച്ചൺ ഏരിയ ഒക്കെ ഉണ്ട്. ഗ്യാസൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇന്ത്യനും യൂറോപ്യൻ ക്ലാസ്സിലൊക്കെ ഉണ്ട്. ചെറിയൊരു സാധാ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഗ്രില്ലിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്താ. ഇതിനകത്ത് നമ്മൾ ഗ്രില്ല് തടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നമ്മൾ കുറച്ച് ചാർക്കോളെല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ചാർക്കോൾ എടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ വൈകുന്നേരം 5:40 മൊത്തം ഇരുട്ടി. അപ്പോൾ ടീ ടൈമാണ്. ടീയുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കുക. ഇവിടെ ഓരോരുത്തരും കാട്ടിയുണ്ട്, നമ്മുടെ അവലോസ് പൊടിയുണ്ട്, പിന്നെ ഈന്തപ്പഴം. ഇതെന്താണ്? എന്തൊക്കെയാണ് ഇത്? സ്വീറ്റ്സ് ആണല്ലേ? ബക്ലാവ. ബക്ലാവ ഉണ്ട്. അപ്പോൾ ഇത് ടീ ടൈമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചൂടാക്കുകയാണ്. ഓക്കെ, ബക്ലാവ മലയാളം പാട്ട്. ഒരു രക്ഷയില്ല. കുറച്ച് നാളത്തേക്ക് നമ്മൾ ഷുഗറും മറ്റു കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. സൂപ്പർ. ഇത് കട്ടനാണോ? കോഫി. കോഫിയാണിത്. ബ്ലാക്ക് കോഫി. കട്ടൻ ചായ. ഇവിടെ സ്വീറ്റ്സ് എല്ലാം പെട്ടെന്ന് തീർന്നു. എല്ലാവർക്കും സ്വീറ്റ്സ് മതി കേട്ടോ. അല്ല, ഹീറ്റർ വർക്ക് ചെയ്തില്ല മനാഫേ. ഹീറ്റർ മറ്റേ ഇത് പവർ കൂടുതലാണ്. ഇനി ടോപ്പ് ചെയ്യുവേ. ഇത് ചൂടുണ്ട്. ഞാൻ തരാം. ഇതെടുക്ക്. ഇത് നോക്കാം. ഇല്ലല്ല, നോർമൽ ലൈറ്റ് മുതൽ ഒരു ലൈറ്റ് ആണ്. ഞാൻ കുടിക്കും. ഇനി ആർക്കാ ചായ? നിങ്ങൾ ഇനി ആർക്കാ വേണ്ട? എടുക്ക്. ടീ ഒക്കെ കുടിച്ച് എല്ലാരും ഇവിടെ സൊറ പറഞ്ഞിരിക്കുകയാണ്. How is our tea time? So good. How about you? അടിപൊളി. ഓക്കെ, അടിപൊളി. അപ്പോ ഗിറ്റാറൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്നു. സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ചു. ആസു ഇവിടെ തളർന്നിരിക്കുകയാണ്. എന്ത് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. തളർന്നുപോയി. മരുഭൂമി കയറിയപ്പോ തന്നെ ആള് തീർന്നാ പറയുന്നത്. പോരാ. ഹെൽത്ത് ഈസ് വെരി ബാഡ്. അപ്പോൾ പിള്ളേരെല്ലാം ഡാൻസ് വൈബിലെത്തിയിരിക്കുകയാണ്. ഞാൻ അവരുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ ഗ്രില്ലിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ഫയർ ചെയ്യാൻ എന്തോ ഒരു സംഭവമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്.
സാധാരണ എല്ലാവരും ഒഴിക്കും, എന്തൊരു സാധനം ഒഴിച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അതിന്റെ അടി പോകും, ഞാൻ പറയാം അപ്പൊ തന്നെ കത്തു അടി പോകും. അപ്പോൾ ഗ്രീനിലുള്ള ഫയറൊക്കെ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കത്തി ചാർക്കോളൊക്കെ ആകുമ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യണം. കനലാക്കി എടുക്കണം നമുക്കിനി ഇത്, എന്നിട്ട് ബാക്കി പരിപാടി. കനലൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അടുത്ത് ഗ്രില്ലിനകത്തേക്ക് ഇടുന്ന പ്രോസസ്സാണ്. ചിന്നവാസാണ് അത് ചെയ്യുന്നത്. എടുത്തോ അതിനകത്ത് അടിയിൽ താഴെ നല്ല കനലുണ്ട്. അത് ഷവലിന് എടുക്കുന്നതായിരിക്കും ബെറ്റർ. സാദിന്റെ വർക്ക് സാദിൻ ചെയ്യുന്നുണ്ട്. എന്തോ സാദിൻ ഫാനാണോ അത്? കാണിച്ചേ, ഫാൻ കാണിച്ചേ. ഗുഡ് അടിച്ചോ കൊള്ളാം. ഇപ്പുറത്തെ സൈഡിലൊക്കെ അടിക്കണേ, ഇപ്പുറത്തെ സൈഡിലും വന്ന് അടിക്കണേ. ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങോട്ടോ കറങ്ങി വാ. എല്ലാരും നല്ല വൈബിലായിട്ടുണ്ട്. ഗ്രില്ലൊരു സൈഡിൽ നടക്കുന്നു, കുട്ടികളവിടെ കളിക്കുന്നു, ലേഡീസൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഗ്രില്ല് ഇവിടെ സെറ്റായി വരുന്നു. ഇവിടെ കുറച്ച് പേര് ഇരുന്ന് ഫോണിൽ കളിക്കുകയാണ് കേട്ടോ. ഇവരൊന്നും അറിയുന്നില്ല. ആസിയൊന്നും ഇവിടെ എങ്ങും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഫോണിൽ മുഴുകിയിരിക്കുകയാണ്, എൻജോയ് ചെയ്യുന്നില്ല. എല്ലാം ഏകദേശം നമ്മുടെ ആയി വരുന്നു. ഭയങ്കര ഡെക്കറേഷൻ ആയിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ കുബൂസൊക്കെ ചൂടാക്കുന്നുണ്ട്. ഇവിടെ 2-3 സ്ഥലത്ത് നമ്മൾ ഗ്രില്ല് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കുബൂസുകൾ ഇനിയും പെപ്സി, ഡ്യൂ. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടല്ലേ, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഫുഡ് അടിയൊക്കെ ആയോ? യു ആർ ഈറ്റിംഗ്. വെരി ഗുഡ്. എല്ലാവരും കഴിച്ചോട്ടോ, നന്നായിട്ട് കഴിച്ചോട്ടോ. ഓക്കെ, സാധനം ചൂട് കുബൂസ് വേണം. എൻ്റെ ബ്ലോഗ്. അപ്പോൾ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫൈനൽ ക്യാമ്പ് ഫയർ സെക്ഷനൊക്കെ ആരംഭിക്കുകയാണ്. ഓക്കെ, കം ഓൺ. में तुझको अगर सर्दी लगे तो सीट पे पीछे लड़की बिठा के बेबी यही उम्र है कर ले गलती से मिस्टेक यही उम्र है कर ले गलती से मिस्टेक यही उम्र है कर ले गलती से मिस्टेक यही उम्र है कर ले गलती से मिस्टेक
അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. എന്തായാലും നല്ല സൂപ്പർ വൈബായിരുന്നു. ഈ ഒരു ക്യാമ്പിന് ഞങ്ങൾക്ക് ആയത് 300 റിയാലാണ്. പിന്നെ എക്സ്ട്രാ 15 റിയാൽ ഒരു കെട്ട് വുഡിന് കൊടുത്തു. അങ്ങനെ ഒരു 5 വുഡ് വാങ്ങിച്ചു. 300 റിയാലിന് നമ്മൊരു 5-6 ഫാമിലീസിന് വരെയും നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പോവുകയാണ്.